അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബ ഖുലൂബൻ ഖാശിഅ. അമ്മാ ബഅദ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവ്ഡ് സിസ്റ്റേഴ്സ്, അത് നമ്മുടെ ഇന്നത്തെ ഒരു 3 ടോപ്പിക്കാണ് ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഉലൂഹിയത്ത് നിർബന്ധമാണോ അല്ലേ, അതായത് ഫർളോ സുന്നത്തോ. 2, സ്ത്രീകൾ അറുക്കേണ്ടതുണ്ടോ. 3, ഉലൂഹിയത്ത് എന്ന പുണ്യകർമ്മത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഹിക്മത്ത് എന്താണ്. ഇങ്ങനെ 3 ടോപ്പിക്കായിട്ട് ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ നമുക്ക് ഫർളോ സുന്നത്തോ എന്ന വിഷയത്തിലേക്ക് കടക്കാം അല്ലേ. ഇത് പല വിഷയങ്ങളും പോലെ തന്നെ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഉലൂഹിയത്ത് എന്ന കർമ്മം. ഉലൂഹിയത്ത് നിർബന്ധമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അതല്ല അത് മുഅക്കദായ സുന്നത്താണ് എന്ന് പറയുന്നവരുണ്ട്, അതായത് വാജിബാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ സ്വഹാബികളുടെ മാതൃക നമുക്ക് പരിശോധിക്കാം. അബു അയ്യൂബ് അൽ അൻസാരി റഹിമഹുല്ല പറയുന്നു, കാന റജുലു ഫി അഹദി റസൂലില്ലാഹി യുളഹ ബിശ്ശാത്തി അൻഹു വ അൻ അഹ്ലി ബൈത്തി വയകുലു വയതഖിമൂൻ. അതായത് പിന്നെ അബൂ അയ്യൂബ് അൻസാരി ഒരിക്കൽ ഒരു ആടിനെ ബലിയറുത്തപ്പോൾ തന്നെ അത് തന്റെ കുടുംബത്തിനു വേണ്ടി എന്ന നിയ്യത്തിൽ ബലിയറുത്തു. മാത്രമല്ല അത് സ്വയം ഭക്ഷിക്കുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു. അതായത് ഉലൂഹിയത്ത് സുന്നത്താണോ ഫർളാണോ എന്ന വിഷയത്തില് ഭൂരിപക്ഷം സ്കോളേഴ്സ് അഭിപ്രായത്തിൽ ചിലർ പറയുന്നു അത് നിർബന്ധമാണെന്ന്. കാരണം നമ്മുടെ പല നിസ്കാരം നമസ്കാരത്തോട് ചേർത്ത് തന്നെയാണ് പിന്നെ ബലികർമ്മം പറഞ്ഞിട്ടുള്ളത്. അതായത് അള്ളാഹു ഉമ്മ എന്ന് പറഞ്ഞ പോലെ ഉമ്മക്കാണല്ലോ ഉപ്പയേക്കാൾ ശ്രേഷ്ഠം, അത് അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞത് കൊണ്ടാണല്ലോ എന്നതുപോലെ ഇതും ഇപ്രകാരം ചേർത്താണ് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതിന് നിർബന്ധമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതല്ല, ഇത് സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്, എല്ലാരും നിർവഹിക്കണമില്ല എന്ന് വാദിക്കുന്നവരുമുണ്ട്. അതായത് മറ്റുള്ളവരെ കാഴ്ചക്കായി പേരിനായിട്ടോ ഒന്നും തന്നെ ഈ ബലികർമ്മം നിശ്ചയിക്കാൻ പാടില്ല. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പരിസ്ഥിതിയിൽ 20 ലക്ഷത്തിന്റെ വലിയ കാർ ഉണ്ടാവും, അത് ലോൺ എടുത്തിട്ടോ അല്ലാണ്ടോ വാങ്ങും. 1.5 കോടിയുടെ വീടും ഉണ്ടാവും അല്ലെ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിന് തന്നെ 1.5 ലക്ഷത്തിലധികം രൂപ വില വരും. എന്നാലും ഒരു 1/7 ഷെയർ, ഒരു 7-7.5 റുപ്യ പോലും കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ലായിട്ടല്ല. നമ്മൾ അതൊക്കെ വലിയ വലിയ പൈസക്കാര് ചെയ്തു കൊള്ളും, നമുക്കൊന്നും അതിന്റെ ബാധ്യത ഇല്ല എന്നുള്ള ഒരു തലത്തിലേക്കാണ് നമ്മുടെ നീക്കങ്ങള്. ആക്ച്വലി അങ്ങനെയാണോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടുവോ? നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അല്ലെ. അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ ചെയ്താലേ നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ബലി എന്നത് ഒരു മാംസം പങ്കിടുന്ന ചടങ്ങ് മാത്രമല്ല, അത് അള്ളാഹുവിനോടുള്ള സമർപ്പണവും ഭക്തിയും കൂടിയാണ്. അത് പ്രകടിപ്പിക്കുന്ന ഒരു ഇബാദത്ത് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലൊക്കെ കുറെ ഉലൂഹിയത്ത് ഇറക്കും, അതിൽ നിന്ന് കുറെ ഇറച്ചി കിട്ടും, നമ്മളത് ഫ്രിഡ്ജ് നിറച്ച് സൂക്ഷിക്കും, എന്നിട്ട് അത് നമ്മൾ കൊല്ലത്തോട് എല്ലാം കുറെ മാസങ്ങൾ വെച്ച് തിന്നും, ഗൾഫിലേക്കൊക്കെ കുറെ പൊരിച്ച് കൊടുത്തയക്കും അല്ലെ. അതാണ് നമ്മുടെ ഉലൂഹിയത്ത്. എന്നാൽ ആക്ച്വലി ഉലൂഹിയത്ത് എന്നാൽ അതല്ല അല്ലെ. ബലിമാംസം എന്നത് അത് പങ്കിടുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, അള്ളാഹുവിനോടുള്ള സമർപ്പണവും ഭക്തിയും ഒത്തുചേരുന്ന ഒരു മഹത്തായ ഇബാദത്താണ്. അത് പറഞ്ഞു വെക്കുക. നമ്മുടെ മാംസവും രക്തവും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, എന്നാൽ നമ്മുടെ തഖ്വ ഭക്തി മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അതായത് ലൻ യനാല അല്ലാഹു ലുഹൂമഹുമാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വ അല്ലെ. അപ്പൊ നമ്മള് ഉലൂഹിയത്ത് അറുത്ത് എന്ന് വെച്ചിട്ട് നമ്മള് ഈ ഉലൂഹിന്റെ മാംസമോ
പിന്നെ രക്തമൊന്നും അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തില്ല. നമ്മളെ ഹൃദയത്തിലുള്ള തഖ്വ അത് പുറത്തൊരാൾ കാണേയില്ല അല്ലെ. അത് കാണേയില്ല, അള്ളാഹു മാത്രമേ അറിയുന്നുള്ളൂ. അപ്പൊ ഇത് ഒരു ആളെ കാണിക്കാൻ പ്രകടന പര്യാപ്തത, അതായത് ഇപ്പൊ പള്ളിയിൽ ഞാൻ വലിയൊരു സ്ഥാനത്തൊക്കെയാണ്, അപ്പൊ ഞാൻ കൊടുക്കാൻ ഞാൻ ഓലെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഷെയർ കൊടുത്തു. അല്ലെങ്കിൽ വേറെ ആരെയും മോളെ പുതിയാപ്പളിന്റെ വീട്ടുകാരുടെ ഇടയിൽ മോശമല്ലേ, അവിടെ ഒരു ഷെയർ എടുക്കട്ടെ, അങ്ങനെ ഒന്നും ആവരുത്. നമ്മളെ ഹൃദയം നിറഞ്ഞ്, അതായത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് ഇവിടെ വാദിക്കുന്നത്. അതായത് ഹുക്കും എന്നത് ഐച്ഛികമാണോ നിർബന്ധമാണോ അല്ല നിർബന്ധമല്ലേ എന്നുള്ള വിഷയത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഇമാം അബൂ ഹനീഫ, ഇബ്നു തൈമിയ, ഇമാം ലൈസ് എന്നിവരുടെ അഭിപ്രായം ഉളിയത്ത് സാമ്പത്തികമായ കഴിവുള്ള ഒരാൾക്ക് നിർബന്ധമാണ്. അവൻ അത് പല തെളിവുകളും ഉദ്ധരിക്കുന്നു. അതിൽ നിന്നാണ് ഖുർആനിലെ ഒരു വചനം, മൻ വജദ സാത്ത ഫലം യുളഹി ഫലാ യഖറബന്ന മുസല്ലനാ. അതായത് സാമ്പത്തികമായ കഴിവുള്ള ഒരുത്തൻ ഉലൂഹിയത്ത് അറക്കാത്ത പക്ഷം അവൻ പെരുന്നാളിന് മുസല്ലയിലേക്ക് വരരുത്. അതായത് ഫലാ യഖറബന്ന മുസല്ലന, അത് മുസല്ലയിലേക്ക് അടുത്തു പോകരുത് എന്നാണ് പറയപ്പെടുന്നത് അല്ലെ. അപ്പൊ അത് വല്ലാത്തൊരു പറച്ചിലാ. അപ്പൊ അത് കേട്ടാൽ തോന്നും അത് അറക്കൽ നിർബന്ധമാണ്, അതായത് സാമ്പത്തികം ഉണ്ട്. എന്നിട്ട് സാമ്പത്തികം എന്ന് പറയുന്ന എല്ലാവരുടെ ഇടയിലും അത്യാവശ്യം ഉള്ള രീതിയിൽ തന്നെയാണ് അല്ലെ. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ കയ്യിൽ ഏകദേശം ഒരു 4-5 ലക്ഷം ഉറുപ്പ്യന്റെ 4 വളയും 3 വളയൊക്കെ ഇടുന്നവരാണ് 4-5 ലക്ഷം ഉറുപ്പ്യന്റെ വള കയ്യിൽ തന്നെ ഉണ്ടാവും. എന്നാലും ഒരു 7000 രൂപ കൊടുക്കാനുള്ള വിഷയത്തിൽ അവരും മടിക്കും അല്ലെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാബി അന്നി അദ്ബഹുക്ക്, അതായത് മോനെ ഞാൻ സ്വപ്നം കണ്ടു നിന്നെ അറുക്കണമെന്ന്. ഒന്നൊരു മാതാത്തറ, ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ് മോനെ? യാ അബത്തി ഫൽ മാ തുമർ, ഉപ്പ നിങ്ങൾ എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുക അല്ലെ. അത് പറയാൻ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടി സമ്മതിക്കും അല്ലെ? 90 വയസ്സ് വരെ കാത്തു കുത്തിരുന്ന് ഇല്ലാണ്ടുണ്ടായ ഒരു കുട്ടി അത് പറയാണ്, ഉപ്പ നിങ്ങൾ അത് എന്താന്ന് വെച്ചാൽ അള്ളാഹു അത് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക എന്ന് ഒരു കൂസലും ഇല്ലാണ്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങളോടോ എന്നോടോ ഒരു കുട്ടീനെ അറക്കാൻ പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മളോട് പറയുന്നത് ഒരു ഫുൾ ഷെയർ ആണെങ്കിൽ തന്നെ 50-60 വരുന്നുള്ളൂ ഒരു ഇടത്തരം മോരിക്കുട്ടന് അല്ലെ. അതല്ല ഇനിയിപ്പോ ഷെയർ ആണെങ്കിൽ 7-7.5. അപ്പൊ നമ്മളെല്ലാം ഇത് സാമ്പത്തികമായിട്ട് കഴിവുണ്ടോ ഇല്ല എന്നുള്ള ഇപ്പൊ അടുത്ത വീട്ടിലുള്ളവരെ പള്ളി കമ്മിറ്റിനെ ഒന്നുമല്ല ബോധിപ്പിക്കുന്നത്, അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് അറിയാം നമ്മളെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, നമ്മുടെ അലമാരിയിൽ എത്ര നിൽപ്പുണ്ട്, എത്ര നമ്മൾ ആർക്കെങ്കിലും കൊടുത്തത് കിട്ടാൻ എത്ര ഉണ്ട്, ബിസിനസ്സിൽ എത്ര നിക്ഷേപിച്ചിട്ടുണ്ടെന്നൊക്കെ കണക്കുകളൊക്കെ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഈ അള്ളാഹിനെ മുൻനിർത്തിയാണ് നമ്മൾ ഇത് കൊടുക്കാതിരിക്കുന്നതെങ്കിൽ ഇന്നല്ലാഹ യറ അല്ലെ, തീർച്ചയായും അള്ളാഹു കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് സാമ്പത്തികമായി കഴിവുള്ള ഒരാൾക്ക് ഉളുഹിയത്ത് നിർബന്ധമാണെന്ന് പറയുന്നു. ചില ശക്തമായ, അതായത് മുഅക്കദായ സുന്നത്താണെന്ന് പറയുന്നത് തഹജ്ജുദ് നമസ്കാരമൊക്കെ പോലെയാണ് അല്ലെ. തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് ഒരുപാട് പുണ്യമുള്ളതാണ്. ബട്ട് എന്നാലും അള്ളാഹു അത് ഫർളാക്കിയിട്ടില്ല. ഫർളാക്കി കഴിഞ്ഞാൽ ഇവിടെ പലർക്കും പ്രശ്നമായിരിക്കും അല്ലെ. ഇപ്പൊ ഈവൻ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ രാത്രി മുഴുവനും ചില്ല് ചെയ്ത് രാത്രി പിന്നെ ഔട്ടിംഗ് ഒന്നും നടത്തി പകല് കിടന്നുറങ്ങുന്ന, അന്നേരം നിസ്കരിക്കുന്ന ഒരു ചിന്തയും വിചാരം സാധാരണ സമയത്ത് കിടന്നുറങ്ങുക, എന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുക, അങ്ങനത്തെ ഒരു ഓപ്ഷനെ അവിടെ ഇല്ല. അപ്പൊ അതങ്ങാ ഫർളാക്കിയിരുന്നെങ്കിൽ നമ്മളെല്ലാം കൂടെ അലമ്പാക്കേനുല്ലേ. അതുകൊണ്ടായിരിക്കാം മേ ബി. അള്ളാഹ്ക്ക് അറിയാലോ അല്ലെ. അള്ളാഹു യൻളുറു ഇലാ ഖുലൂബി, അള്ളാഹു നമ്മളെ കൽബിലേക്ക് കാണുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വിഷയം അള്ളാഹു നിർബന്ധമാക്കാതിരുന്നത്. എന്തായാലും അള്ളാഹു ഒരാൾക്ക് അത് ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഉലൂഹിയത്ത് എന്ന ബലികർമ്മത്തെ കുറിച്ച് നമുക്ക് ചില വിശദീകരണങ്ങളെ പരിശോധിക്കാം. അത് ഉലൂഹിയത്ത് ഒരു പുണ്യകർമ്മം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല അല്ലെ. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും അവനവനിലേക്കുള്ള അടുപ്പം ആഗ്രഹിച്ചും ആട്, മാട്, ഒട്ടകം എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെ പെരുന്നാൾ ദിവസത്തിൽ അറുക്കുന്ന കർമ്മമാണ് ഉലൂഹിയത്ത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ്. ദുൽഹിജ്ജ 10, അതായത് യൗമുൻ നഹർ, ബലിദിനം എന്ന് പറയുന്നത് തന്നെ, ആ ദിവസത്തിന്റെ പേര് തന്നെ
പിന്നെ ബലിദിനം, ബലിപെരുന്നാൾ എന്നൊക്കെയാണ് അല്ലെ. അത് അപ്പൊ ആ പെരുന്നാളിന് വരെ ആ പേരിട്ടെങ്കിൽ അതിന്റെ ആ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ നമ്മളൊന്ന് പ്രത്യേകം വിചാരിക്കേണ്ടത് തന്നെയാണ് അല്ലെ. അത് നിർവഹിക്കാനുള്ള പ്രധാന കർമ്മം ഉലൂഹിയത്താണെന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. വളരെയധികം മഹത്വവും പ്രാധാന്യവുമുള്ള ആരാധനാ കർമ്മമാണ് ഉലൂഹിയത്ത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മാനിക്കൽ അത് സജ്ജനങ്ങളിൽപ്പെട്ട ആളുകളുടെ ലക്ഷണങ്ങളാണ്. അപ്പോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ ഒന്നാണ് ഉലൂഹിയത്ത്. അള്ളാഹു പറയുന്നു, നീ നിന്റെ വസല്ലി, അതായത് നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. വസല്ലി ലിറബ്ബിക വൻഹർ, അല്ലെ. നിശ്ചയമായും നീ നിന്റെ ബലി മുതലായ ആരാധന. ഇപ്പൊ നമ്മള് വജ്ജഹത്ത് ഓതിയിട്ട് രണ്ടാമത്തത് പറയുന്ന എന്താ? വജ്ജഹത്തു വജിയൽ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് വമാ മുസ്ലിമം വമാ അന മിനൽ മുശ്രിമീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ. അള്ളാഹുവേ, എന്റെ നമസ്കാരവും എന്റെ ബലി മുതലായ ആരാധനാ കർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലോകരക്ഷിതാവായ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതായത് അള്ളാഹുവിനാകുന്നു, അല്ലെ. അവന് പങ്കുകാരനേ ഇല്ല. അപ്രകാരം അത്രേ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുകയും ചെയ്തിട്ട് ഈ ബലികർമ്മത്തിൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു പ്രാധാന്യവും കൽപ്പിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല, അല്ലെ. എല്ലാ നമസ്കാരത്തിലും നെഞ്ചത്ത് കൈകെട്ടി നമ്മൾ വജ്ജഹത്ത് ഓതുന്നുണ്ട്. വജ്ജഹത്തിൽ ഇത് രണ്ടാമത്തെ പിന്നെ സെന്റൻസിൽ ഈ ഒരു വാക്ക് ഇന്ന സ്വലാത്തി വനുസ്കി എന്ന് പറയുന്നത് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുകയും ചെയ്തിട്ട് എല്ലാം നമ്മൾ കാണും. ഇത് നമ്മൾ കാണാത്ത പോലെ ആക്ട് ചെയ്യും, അല്ലെ. എല്ലാരും ഒന്നും വലി കൊടുക്കാൻ തയ്യാറല്ല. ഇനിയിപ്പോ ആണെങ്കിൽ തന്നെ വീട്ടിൽ ഒരു ഉപ്പ കൊടുക്കാനായ ഉപ്പന്റെ ഒരു ഷെയർ മാത്രം, വേറെ ആർക്കും വേണ്ട. ഉപ്പ കൊടുക്കുമ്പോ വീട്ടുകാർക്ക് നേരത്ത് വെക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കും ഇത് ബാധ്യത തന്നെയാണ്. ഇവിടെയൊക്കെ അറബിനെയും ബലികർമ്മത്തെയും കുറിച്ച് അള്ളാഹു നമസ്കാരത്തിന്റെ കൂടെയാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അതിമഹത്തായ പ്രാധാന്യം അർഹിക്കുന്നു. ബലികർമ്മം വളരെ മഹത്തായ കർമ്മവും ആരാധനയുമാണെന്നാണ് ഇക്കാര്യം അറിയിക്കുന്നത്. മാത്രവുമല്ല, നിർബന്ധമായും ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രമായിരിക്കണം ഉലൂഹിയത്ത് അറക്കേണ്ടത്. അതായത് പലിശ പോലെയുള്ള സമ്പാദ്യങ്ങളിലൊന്നും നിന്നൊന്നും ഉലൂഹിയത്ത് അറക്കരുത്. അത് നിയ്യത്ത് ആത്മാർത്ഥമായിരിക്കണം. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം, അല്ലെ, ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചായിരിക്കണം അറുക്കുന്നത്. അറുത്തതിന് ശേഷം അവയിൽ നിന്ന് ഭക്ഷിക്കുകയും ചോദിച്ചു വരാൻ, അതായത് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ആവശ്യപ്പെട്ട് വരുന്നവരും നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുക. അതായത് സൂറത്ത് 22 36 ആയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന നീ നടപ്പിലാക്കുക എന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഈ അർത്ഥ മാംസം നമ്മൾ ഇത് കഴിക്കുന്നില്ല വെക്കാൻ പാടില്ല, നമ്മളും കഴിക്കണം. ഇത് ആവശ്യക്കാർക്കും അതിന്റെ ആരാണോ അത് ആഗ്രഹിക്കുന്ന അവരിലേക്കും എത്തിച്ചു കൊടുക്കേണ്ടതുമാണ്. പവിത്രമായ ഈദിന്റെ ദിവസങ്ങളിൽ നമുക്ക് അള്ളാഹ് നൽകിയ ഔദാര്യമാണ് ഉലൂഹിയത്ത് കർമ്മം, അല്ലെ. പവിത്രമായ പിന്നെ ഉലൂഹിയത്ത് പിന്നെ ബലിപെരുന്നാളിന്റെ അന്ന് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് ഈ ബലികർമ്മം എന്ന് മനസ്സിലാക്കാം.